അങ്ങനെ ഗായ്സ് നമ്മൾ തേങ്ങ കൊടുക്കാൻ പോവുകയാണ്. എന്നെ ഇവിടെ ഈ കുഴിയിലെടുപ്പിച്ചു. കാരണം ഏതോ നമ്മൾ ആനിയമ്മേനെ കാണാൻ പോവാണ്. ആനിയമ്മയുടെ വീട്ടിൽ പോവാണ്. ആനിയമ്മയുടെ വീട്ടിൽ വീടായില്ലല്ലോ. അത് അടുത്തല്ലടാ, ഒരു വീടെന്തായാലും വേറൊരു വീട് ഇതൊന്നുമല്ല. വേറൊരു വീട് അവിടെ അതായത് അതാ കണക്ക് കൂട്ടിയിട്ട് വീടൊന്നും കിട്ടിയിട്ടില്ല. പഴയ വീടൊന്നും കൂട്ടി കാണില്ല. ഇതായിരിക്കും. ഇത് തന്നെ ഹലോ ആണല്ലേ. ഇത് കടിക്കോ? അഴിച്ചുവിടണ്ട, ഇവന് പേടിയാ. കടിക്കുമില്ല. പേടി വേണ്ടാന്ന്. പേരെന്താ? പേരെന്താ മറിയക്കുട്ടി? പോപ്പിക്കുട്ടയാ? കുഞ്ഞുണ്ട്. എങ്ങോട്ടാ? എന്നെ ഫിലോപ്പിയാണോ? കുഞ്ഞുങ്ങളെ കൊണ്ടുവരും. പക്ഷെ ഇതുകൊണ്ട് പ്രയോജനമല്ലേ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട്? പട്ടിക്കുഞ്ഞാ? അവന് വീട്ടിലെ പട്ടിയെ അവന്റെ മേത്ത് ചാടിക്കയറുവേ കളിക്കാൻ വേണ്ടിട്ട്. വലിയ പട്ടിയല്ലേ, അപ്പൊ അവന് പേടിയാ. ഇവിടെ ആദ്യം ഒരു വലിയ പട്ടി ഉണ്ടായിരുന്നു, ഭയങ്കര കടിക്കും. അയ്യോ മറിയക്കുട്ടി പട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഭയങ്കര നക്ക് നോക്കി ഒന്നും ചെയ്യില്ലേ ചേച്ചി, ഭയങ്കര കൊരയല്ലേ നേരം കീന്ന് പറഞ്ഞോണ്ട്. ഇത് അല്ലേ ആൾക്കാർ വന്ന കൊരയ്ക്കും, പക്ഷെ ഒന്നും ചെയ്യൂല. ഒന്നും ചെയ്യില്ല, വെറുതെ അങ്ങനെ ഓടി കളിക്കും, കടിക്കത്തില്ല. പക്ഷെ ഇവിടെ ആരുടെ നാട്ടിൽ ഭയങ്കര കടിക്കും. ആണോ? പോയി കാണും. എപ്പോഴും പിടിക്കുന്നു. You like to fish? നല്ല പരന്ന മീനാട്ടോ. ആണോ? ഇത് ഫിലോപ്പി അല്ലേ? വേറെ മീനുണ്ടെന്ന് തോന്നുന്നല്ലേ. ഇതേ അതിന്റെ പിന്നെ വീശുവല അല്ലല്ലോ ഇത്. ആണോ? വിഷാറിയോ? എനിക്കറിയില്ല. എനിക്കറിയില്ല. ഞാൻ ഇതിങ്ങനെ രണ്ടുപേർ കൂടിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട്. കിട്ടില്ല. താഴ്ചടിന്ന് ഇല്ലല്ലോ. ഇതിനെ കാണില്ല, അനങ്ങാണ്ട് നിൽക്കൂ കുറെ നേരം. അതെ. ആ രണ്ടെണ്ണം മതി നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ. ഇനി മതി.
ആഗ്രഹമുണ്ട് അവിടെ നമ്മുടെ കുളത്തിൽ ഇത്ര മീനുണ്ടായിട്ട് പിടിക്കണം. ആ ചേട്ടനെ പിടിക്കൂല്ലോ. വലിയ കുളവാ. ആ അത്യാവശ്യം ഇത്രയൊന്നും ഒരു പോകുന്നില്ല കേട്ടോ. ആയിക്കോളും നിങ്ങളുടെ കുളം നിറഞ്ഞാൽ പോട്ടെ, അത് നടന്നോളൂ. പെട്ടെന്ന് കൊണ്ടുപോയിട്ടൊന്നുമില്ല. ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇത് കുളത്തിലിടാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബക്കറ്റൊക്കെ അനിയമ്മയുടെ വീട്ടിൽ കൊണ്ട് കൊടുത്ത് ഞങ്ങൾ ഏതൻ ഫ്രഷിലെത്തി കേട്ടോ. കണ്ണോത്ത് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ സാധനങ്ങൾ മേടിക്കാൻ പോയി. പിന്നെ സച്ചുവിന് നഗറ്റ്സും ജ്യൂസൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് കഴിക്കാതെ അവൻ പോകത്തില്ല. ഞങ്ങളങ്ങനെ അനിയമ്മയുടെ വീട്ടിലൊക്കെ പോയിട്ട് വന്നു. ഞങ്ങൾ ജസ്റ്റ് കണ്ണോത്ത് വരെ പോയതാണ് കേട്ടോ, തേങ്ങ കൊടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പോയതാണ്. അപ്പം പോകുന്ന വഴിക്ക് അങ്ങനെ അനിയമ്മയുടെ വീട് വരെ ഒന്ന് പോയി. മുമ്പ് മീൻ കുഞ്ഞുങ്ങളുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവരുടെ വീട്ടിലേക്ക് വിളിച്ചായിരുന്നു. അപ്പം അന്നില്ലായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വെറുതെ ഒന്ന് പോയി നോക്കിയതാണ്. അപ്പം അങ്ങനെ മീൻ അധികമൊന്നും ഇല്ലായിരുന്നു, എന്നാലും നമുക്ക് കുറച്ച് മീനെ തന്നു കേട്ടോ. ജസ്റ്റ് നമുക്ക് കുളത്തിലിടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ മീനെ കിട്ടി. അപ്പോൾ ചെന്നപ്പോൾ അനിയമ്മ അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവരുടെ ബക്കറ്റിലായിരുന്നു മീൻ കൊണ്ടുവന്നത്. അപ്പോൾ ബക്കറ്റ് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ പിന്നെ അനിയമ്മേനെ കണ്ടു. എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അനിയമ്മേനെ കാണണമെന്ന്. കാരണം വീഡിയോ സ്ഥിരമായിട്ട് കാണാറുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ അടുത്തുണ്ടോ, നമുക്ക് നടന്നു പോകാനുള്ള ദൂരം ഉള്ളൂ ശരിക്കും, ഒരു 5 മിനിറ്റ് വണ്ടിക്ക്. അപ്പം അത്രയും ദൂരം ഉള്ളൂ. അപ്പോൾ ഇത്ര അടുത്ത് ഇപ്പോൾ ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടു. ഭയങ്കര എന്താ പറയുക, ഫസ്റ്റ് ടൈം കാണാമെന്നേ തോന്നിയില്ല. അത്രയും കൂട്ട് നല്ലതുപോലെ സംസാരിച്ചു. അപ്പോൾ മുമ്പ് തൊട്ടേ പരിചയമുള്ളത് മാതിരി അതുപോലെ ഫസ്റ്റ് ടൈം കാണാമെന്നേ തോന്നിയില്ല കേട്ടോ. അത്രയും നന്നായിട്ട് സംസാരിച്ചു. അതുപോലെ അവിടുത്തെ ചേച്ചി, അവരുടെ അമ്മച്ചി കേട്ടോ, എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും എല്ലാവരും നന്നായിട്ട് സംസാരിച്ചു. നല്ല എന്താ പറയുക, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിള്ളേരാണെങ്കിൽ അതിലേറെ ഭയങ്കര കൂട്ടുകുട്ടികൾ. ഞങ്ങളെയൊക്കെ ആദ്യമായിട്ട് കാണാല്ലേ, നല്ല കൂട്ടുകുട്ടികൾ. സച്ചുമായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. ആദ്യം ഞാനുമായിട്ടായിരുന്നു. മറിയക്കുട്ടി ഭയങ്കര സംസാരവും, എന്നെ കൈ പിടിച്ച് വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു എല്ലായിടത്തൂടെയും, പട്ടിക്കുഞ്ഞുങ്ങളെ കാണിക്കാനും. അങ്ങനെ ഭയങ്കര കൂട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ സച്ചുമായിട്ട് കൂട്ടായി. അങ്ങനെ അവർ കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ആനിമയൊക്കെ നന്നായിട്ട് നല്ല സംസാരം, നല്ലൊരു എന്താ പറയുക, ഇങ്ങനെയൊക്കെ ആൾക്കാരെ വളരെ ചുരുക്കമാണ് ഇങ്ങനെ കാണാൻ പറ്റുകയെന്ന് പറയുന്നത്. നല്ല കൂട്ടായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത്രയൊക്കെ അവരിങ്ങനെ ഇത്ര സംസാരിക്കുന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ വിചാരിച്ചില്ലായിരുന്നു. പക്ഷേ നല്ലതുപോലെ സംസാരിച്ച് എല്ലാവരും. അപ്പോൾ ഫസ്റ്റ് പോയപ്പം കുറച്ച് സമയമൊക്കെ അവിടെ നിന്നു, മീനെ പിടിച്ച് കുറച്ച് സമയമൊക്കെ നിന്നു. അപ്പോൾ കുട്ടികളുമായിട്ട് നല്ല കമ്പനിയായി. അപ്പം അങ്ങനെ അവിടുന്ന് പിന്നെ ഞങ്ങൾ കണ്ണോത്ത് പോയി. പിന്നെ സാധനങ്ങളൊക്കെ മേടിച്ച് സച്ചുവിന് ജ്യൂസ് കുടിക്കണമെന്നോ നഗറ്റ്സ് തിന്നണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി. ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.